ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്പലങ്ങളിലേക്ക് പോവാണ്. അല്ലൂസും ചക്കരയും കിടന്ന് നല്ല ഉറക്കം. വീട്ടിൽ നിന്ന് വളരെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെട്ടു. അച്ഛൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന അമ്പലങ്ങൾ എന്ന് പറയുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രം. ഈ രണ്ട് അമ്പലങ്ങളിലുമാണ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിൽ കൃത്യസമയത്ത് എത്താൻ പറ്റുള്ളൂ. കാരണം കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രം 12 മണി വരെയാണ് നട തുറന്നിരിക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ അമ്പലങ്ങളിലേക്ക് പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഞാനൊരു താൽക്കാലികമായി പ്രവാസം നിർത്തി വന്നൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് നാൾ നിന്നപ്പോഴത്തേക്കും നാട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും തിരിച്ച് പ്രവാസത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും, അപ്പോൾ ആ പോകുന്നതിന് മുന്നേ എന്തായാലും അമ്പലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അവിടെ എത്തി, കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു, വഴിപാടുകളൊക്കെ നടത്തി. അപ്പോൾ അടുത്ത ദിവസം അവിടെ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾറെഡി ഉത്സവം തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ഉണ്ണിയപ്പ പ്രസാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പ പ്രസാദം വാങ്ങിക്കാൻ പറ്റിയില്ല. എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ പോകാറുള്ളൊരു അമ്പലമാണ് ഈ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. കൃത്യസമയത്തിന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷം അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.